ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. ഇത് തയ്യാറാക്കാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 വഴുതനങ്ങയാണ്. വഴുതനങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം അതിൻ്റെ 2 അറ്റവും മുറിച്ച് കളയാം. ഇനി നമുക്ക് ഓരോ കഷ്ണമായി മുറിച്ചെടുക്കാം. ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്താൽ മതി. ഈ സൈസിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇത് വഴുതനങ്ങയുടെ കേടുള്ള ഭാഗമാണ്. ഇനി നമുക്ക് അരിഞ്ഞെടുത്ത കഷ്ണത്തിലേക്ക് കറിവേപ്പിലയും പൊടികളും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ജീരക പൊടിയും മസാലപ്പൊടിയും ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലാം 1/4 ടീസ്പൂൺ അളവിലാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൈ ആണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല രസമാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ഞങ്ങളുടെ മറ്റു വീഡിയോസും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്നത് പൊടികൾ എല്ലാ ഭാഗത്തേക്കും പിടിക്കാനാണ്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് വറുക്കാനായി സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും ചേർത്താൽ മതി. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച വഴുതനങ്ങ പുറത്തെടുക്കാം. ഇനി ഓരോന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നെയ്യ് ഇടുമ്പോൾ ഈ വഴുതനങ്ങ ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ്. നല്ല ഈസി റെസിപ്പിയും നല്ല ടേസ്റ്റി റെസിപ്പിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. വെജിറ്റേറിയൻസിന് മീൻ ഫ്രൈന് പകരം ഇത് കഴിക്കാം. അതിനുശേഷം ഒരു ഭാഗം നന്നായി ഫ്രൈ ആകുമ്പോൾ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഞങ്ങളുടെ റെസിപ്പി സിമ്പിൾ അല്ലേ, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതല്ലേ. രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ആകുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഓരോ ബാച്ചായി ഇനി നമുക്കിത് വറുത്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ്. 2 സൈഡും മൊരിഞ്ഞതിന് ശേഷം സർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.